ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ചർച്ചയായിട്ട് മാറുന്നത് കണ്ടന്റ് ക്രിയേറ്ററും യുവനടനുമായിട്ടുള്ള അഖിൽ എൻആർഡിയുടെ ഭാര്യയുടെ ഒളിച്ചോട്ടമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഖിൽ എൻആർഡിയുടെ ഭാര്യയായിട്ടുള്ള മേഘ അഖിലിനെ വിട്ട് മറ്റൊരാൾക്കൊപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങിപ്പോകുന്ന വിഷ്വൽസ് ഒക്കെ അടക്കം CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. 2 വർഷം മുമ്പായിരുന്നു അഖിലിന്റെ മേഘയുടെയും വിവാഹം നടന്നത്. പ്രണയിച്ചായിരുന്നു വിവാഹം ചെയ്തതെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മേഘയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും അഖിൽ ഒന്നിനോടും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സുഹൃത്തായിട്ടുള്ള സായി കൃഷ്ണ അഖിലിനെ വിളിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അഖിലിന്റെ പ്രതികരണം എന്തായിരുന്നെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സായി കൃഷ്ണൻ. അഖിലിന്റെ കല്യാണത്തിന് താനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം നിലനിർത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെ ഷോക്കിംഗ് ആയിട്ടാണ് പുള്ളിക്ക് തോന്നിയതെന്നും അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് അഖിലുമായിട്ട് സംസാരിച്ചപ്പോൾ അഖിലും വളരെയധികം വിഷമത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നും അഖില് പറഞ്ഞ് അവളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അവൾ അവളുടെ സന്തോഷത്തിന് വേണ്ടി പോയെന്നും അവളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ലെന്നൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ സംസാരമൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെയാണ്. അതുമാത്രമല്ല, ഈ ഒരു അവസ്ഥയിൽ നിന്നും അഖിൽ എൻആർഡി തിരിച്ചു വരുമെന്ന് തന്നെയാണ് അഖിൽ എൻആർഡി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തെങ്കിലും ഇതിലും ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് ഓപ്പൺ ആയിട്ട് ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്ന ഈ ഒരു വാർത്ത തന്നെയാണ്. എന്തൊക്കെയാണ് വരും മണിക്കൂർ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിനെതിരെ നെഗറ്റീവായിട്ടും അഖിലിനെതിരെ നെഗറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് കേട്ടാൽ മാത്രമേ നമുക്ക് സത്യം ആരുടെ ഭാഗത്തുനിന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും മണിക്കൂർ ഈ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.